കൃപൻ, ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രതിപക്ഷം എടുത്ത നാടകം അതുതന്നെയാണ് ഇന്നും കണ്ടത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുകയും അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരികയും സഭ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമം അതുതന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബജറ്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പുറത്തു പോകുന്ന സാഹചര്യം. ഒരുപക്ഷേ ഈ സഭാ സമ്മേളനത്തിലടക്കം സജീവമായി നിന്ന വിഷയമാണ് സോണിയാഗാന്ധിക്കൊപ്പമുള്ള ആ 3 പേരുടെ ചിത്രങ്ങൾ. ആ ഒറ്റ ഫ്രെയിമിൽ എങ്ങനെയാണ് സ്വർണം കട്ടവനും വിറ്റവനും വാങ്ങിയവനും വന്നത്? ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത്? ഇതുവരെ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ആ ചോദ്യം തന്നെയാണ് ഇന്നും സഭയിൽ മുഴങ്ങിക്കേട്ടത്. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ അലങ്കോലമാക്കൽ പ്രതിപക്ഷം നടത്തുകയും ചെയ്തത്. എന്തൊക്കെയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞത്, എം പി രാജേഷ് പറഞ്ഞത്, പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ? സിജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി സഭയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം പ്രതിപക്ഷം സൃഷ്ടിക്കുന്നു എന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, കേന്ദ്രത്തിനെതിരെയുള്ള ചട്ടം 118 പ്രകാരമുള്ള പ്രമേയം, അതായത് കേന്ദ്രത്തിൻ്റെ സമ്പൂർണ്ണമായ കേരളത്തിലോടുള്ള ബഡ്ജറ്റിലുള്ള അവഗണന, അത് ഇന്ന് പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും. അതിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ചരിത്രത്തിലാദ്യമായിരിക്കും പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് വിമർശനം പുറത്തുന്നയിക്കുകയും എന്നാൽ ബഡ്ജറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ആ സഭ തുടർച്ചയായി ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയില്ല ഇന്നും. എന്നാൽ സ്വർണ്ണക്കൊള്ള എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് സഭയുടെ ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം സഭ നടുത്തളത്തിലിറങ്ങി കഴിഞ്ഞ ദിവസത്തെ പോലെ സമാനമായ സംഘർഷഭരിതമായ അന്തരീക്ഷം സഭയിൽ സൃഷ്ടിച്ചു. അപ്പോഴാണ് മന്ത്രി പി രാജീവും ഒപ്പം തന്നെ എം പി രാജേഷും ഒക്കെ ഈ ചോദ്യം, മന്ത്രി ശിവൻകുട്ടി അടക്കം ഈ ചോദ്യം പ്രതിപക്ഷത്തിനോട് ഉന്നയിച്ചത്. ആ ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം, കഴിഞ്ഞ ദിവസം ഈ മന്ത്രി പി രാജീവ് ഒപ്പം തന്നെ എം പി രാജേഷ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം എന്തുകൊണ്ട് ചർച്ചകളെ ഭയക്കുന്നു എന്ന കാര്യമാണ്. കാരണം ഈ സ്വർണം കട്ടവനും വിറ്റവനും ഒപ്പം തന്നെ 2 എം പിമാരും സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്ന ചിത്രം, ഒരൊറ്റ ചിത്രം, ഒരു നേതാവിനെ കുറിച്ച് ചിത്രം മാത്രമാണ് 2 തവണ സന്ദർശനത്തിൻ്റെ ചിത്രം പുറത്തു വന്നത്. അതിലെന്താണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറയാൻ സഭയിൽ ഭയക്കുന്നത് എന്ന ചോദ്യമാണ് മന്ത്രി പി രാജീവ് ചോദിച്ചത്. കാരണം ഈ പറയുന്ന സോണിയാഗാന്ധിയെയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെയും ഇത്തരത്തിൽ വെട്ടിലാക്കുന്ന പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്ന ഈ ചിത്രത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന ചോദ്യമാണ് ഭരണപക്ഷം മുന്നോട്ട് വച്ചത്. പക്ഷേ ഭരണപക്ഷം സഭയ്ക്കുള്ളിൽ ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും സുപ്രധാനമായ കാര്യം സിജു കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു ബഡ്ജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം സഭയിൽ പറയണം. അത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ധവളപത്രം അടക്കം ഈ സഭയുടെ പുറത്തിറക്കണം എന്ന കാര്യമാണ് ധനമന്ത്രി കെ എം ബാലഗോപാലിനോട് ചർച്ചയ്ക്ക് ശേഷം ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നിയമസഭയ്ക്ക് ഉള്ളിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല? ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടി സംബന്ധിച്ച് സർക്കാരിൻ്റെ വിശദീകരണം വന്നു. പക്ഷേ അത് സംബന്ധിച്ച് കോടതിയെ സംബന്ധിച്ച പരാമർശവും മറ്റു കാര്യങ്ങളും എന്തുകൊണ്ട് ഈ സഭയ്ക്കുള്ളിൽ അങ്ങനെയാണ് എങ്കിൽ അടിയന്തര പ്രമേയമായോ ഉന്നയിക്കാനോ, അല്ല എങ്കിൽ എന്തുകൊണ്ട് ആ വിഷയം സഭയ്ക്കുള്ളിൽ മന്ത്രിമാരും സർക്കാരും പറയുന്നത് കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. തുടർച്ചയായി സഭ ബഹിഷ്കരിച്ച് അലങ്കോലമായി പ്രസക്തമായ ഭാഗങ്ങളിൽ നിന്ന് ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രതിപക്ഷം മുതിരുന്നു എന്ന ആരോപണമാണ് ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പൊതു സ്വീകാര്യത ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പോലും ആ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയും ബഡ്ജറ്റ് സംബന്ധിച്ച് സ്വീകാര്യമായ നിർദ്ദേശങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ഭയക്കുന്നു എന്നതാണ് ഇന്നും സഭയിൽ കണ്ടത്.